ഹരേ കൃഷ്ണ, ജയശ്രീ രാധേ രാധേ. എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ശ്രീമദ് ഭാഗവതമാണ് വൈഷ്ണവ സുദർശനത്തിൽ ഞായറാഴ്ചയും ബുധനാഴ്ചയും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിലെ 9 ശ്ലോകങ്ങളാണ് ഇതുവരെ കേട്ട് കഴിഞ്ഞത്. ഇന്ന് നമുക്ക് കേൾക്കാനുള്ള ശ്ലോകം 10ാമത്തെ ശ്ലോകമാണ്. ആ 10ാമത്തെ ശ്ലോകത്തിന് മുമ്പായിട്ട് 9ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ഒന്ന് നോക്കിയിട്ട് 10ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. 9ാമത്തെ ശ്ലോകം പറഞ്ഞിരുന്നത്, അല്ലയോ ആയുഷ്മൻ, ഏതേത് ഗ്രന്ഥങ്ങളിൽ നിന്നും മനുഷ്യർക്ക് നാശരഹിതമായിട്ടുള്ള ശ്രേയസ് സാധിക്കുന്നതിന് മതിയായിട്ടുള്ള അനുഷ്ഠാനം ഏതാണെന്ന് അങ്ങ് ഞങ്ങളോട് പറഞ്ഞു തരണം എന്ന് മുനിമാർ സൂത പൗരാണികരോട് പറയുന്നതാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ഇനി അവരുടെ ആ ഒരു സംഭാഷണം തുടരുകയാണ്. ശൗനകാദി മഹർഷിമാർ സൂത പൗരാണികരുടെ ചെന്നിട്ട് ശ്രീമദ് ഭാഗവതത്തെക്കുറിച്ച് പറയാനായിട്ട് അവർ പറഞ്ഞു തുടങ്ങുകയാണ്. വീണ്ടും മഹർഷിമാർ പറയുകയാണ്, പ്രായേണൽപായുഷസഭ്യ കലാവസ്മിൻ യുഗേ ജനാ മന്ത സുമന്തമതയോ മന്ദഭാഗ്യാക്യുപദ്രുതാം. അല്ലയോ ഈ സഭയിൽ കേമനായിട്ടുള്ള ആ സൂത മഹർഷി, ഈ കലിയുഗത്തിൽ മിക്കവാറും ജനങ്ങൾ അല്പായുസുകളും അതുപോലെ തന്നെ ഉത്സാഹം കുറഞ്ഞവരും മാത്രമല്ല നന്നേ ബുദ്ധിയില്ലാത്തവരും മാത്രമല്ല ഭാഗ്യമില്ലാത്തവരും രോഗാദികളായിട്ടുള്ള ഉപദ്രവങ്ങൾ അനുഭവിക്കുന്നവരുമായിട്ടാണ് കാണപ്പെടുന്നത് എന്ന് പറയുകയാണ്. പ്രായേണ അല്പായുഷ, മിക്കവാറും എല്ലാവർക്കും അല്പായുസാണ്. അല്ലയോ സൂത, മിക്കവാറും എല്ലാവർക്കും അല്പായുസാണ് ഈ കലിയുഗത്തിൽ. മാത്രമല്ല അവർക്ക് സുമന്തമതയോ മന്ദഭാഗ്യാക്യുപദ്രുത, രോഗാദികളായിട്ടുള്ള ദുരിതങ്ങൾ അവരെ പിന്തുടരുന്നു. അതുപോലെ തന്നെ പൊതുവെ ബുദ്ധി കുറഞ്ഞവരാണ്. സുമന്ദമതയോ, അതായത് ഈ ഭാഗ്യം കുറഞ്ഞവരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് ഈ കലിയുഗത്തിലെ ജനങ്ങൾ എന്ന് പറയുകയാണ്. അടുത്ത 11ാമത്തെ ശ്ലോകം, ഭൂരീണി ഭൂരി കർമാണി ശ്രോതവ്യാനി വിഭാഗശാം അത സാധോത്രയത്സാരം സമുദ്ധൃത്യ മനീഷയ ബ്രൂഹിന ശ്രദ്ധധാനാനാം യേനാത്മാ സംപ്രസീദതി. മാത്രമല്ല അനേകം കർമ്മങ്ങളെ അനുഷ്ഠാനയോഗ്യമായിട്ട് പറയുന്നതുകൊണ്ട്, അതാണ് ഭൂരീണി ഭൂരി കർമാണി എന്ന് പറയുന്നത്. അതൊക്കെ കേൾക്കുന്നുമുണ്ട്. പ്രത്യേകം കേൾക്കേണ്ടതായിട്ടുള്ള ശാസ്ത്രങ്ങളാണെങ്കിൽ അനന്തങ്ങൾ. അതാണ് ഭാരതത്തിൻ്റെ ഒരു മഹിമ എന്ന് പറയുന്നത്. നമുക്ക് അനന്തമായിട്ടുള്ള ശാസ്ത്ര ഗ്രന്ഥങ്ങൾ സനാതന ധർമ്മത്തിലുണ്ട്. അപ്പോൾ ഈ മഹർഷിമാർ പറയുന്നത് ധാരാളം ഗ്രന്ഥങ്ങൾ നമുക്കുണ്ട്. അതിൽ അത സാധോത്ര യത്സാരം സമുദ്ധൃത്യ മനീഷയ, പിന്നെയോ ബ്രൂഹിന ശ്രദ്ധധാനാനാം യേനാത്മാ സംപ്രസീദതി. അതായത് ഈ ധാരാളം ശാസ്ത്രങ്ങൾ ഒക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾക്കിതൊന്നും കേൾക്കാനോ അല്ലെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കാനോ അതിനുള്ള ആയുസ്സും ഉത്സാഹവും ബുദ്ധിശക്തിയും ഇല്ലാത്തവരായതുകൊണ്ട്, അത് കലിയുഗത്തിലെ ജനങ്ങളെക്കുറിച്ച് അത് അവർ തന്നെ മഹർഷിമാർ തന്നെ പറയുകയാണ്. അവരെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. ഇതൊക്കെ എല്ലാം കേൾക്കാനും ധരിക്കാനും അതിനുള്ള ആയുസ്സും ഉത്സാഹവും ബുദ്ധിശക്തിയും ഒന്നും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഈ പരാനുഗ്രഹത്തിൽ താല്പര്യമായിട്ടുള്ള അല്ലയോ സാധോ എന്നാണ് വിളിക്കുന്നത്. ബ്രൂഹിന ശ്രദ്ധധാനാനാം യേനാത്മാ സംപ്രസീദതി. അതുകൊണ്ട് മറ്റുള്ളവർക്ക് മംഗളം ഭവിക്കാനായിട്ട്, അവർക്ക് മംഗളം സംഭവിക്കാനായിട്ട് താല്പര്യമുള്ള അല്ലയോ സാധോ, ആ
ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സാരത്തെ, അതിൻ്റെ ആ ഒരു രസത്തെ അങ്ങയുടെ സമുദ്രത്തെ ബുദ്ധിശക്തി കൊണ്ട് സമുദ്ധരിച്ച് അങ്ങയ്ക്കറിയാമല്ലോ ഏത് കേട്ടാലാണ് ശ്രദ്ധയോടെ ഏത് ഗ്രന്ഥം കേട്ട് കഴിഞ്ഞാലാണ് ഞങ്ങളുടെ മനസ്സ് പരമമായിട്ടുള്ള ശാന്തിയെ പ്രാപിക്കുന്നതെന്ന് അങ്ങേക്കറിയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങിതെല്ലാം ബഹുശാസ്ത്രങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും വേദങ്ങളും മന്ത്രങ്ങളും ഉപനിഷത്തുക്കളും എല്ലാം അങ്ങ് പഠിച്ചിട്ടുണ്ട്. മാത്രമല്ല അങ്ങക്ക് ഇതെല്ലാം അങ്ങ് പഠിപ്പിക്കുകയും ഇതെല്ലാം ഇതിൻ്റെ യഥാർത്ഥമുള്ള അർത്ഥം അങ്ങ് മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള അല്ലയോ സൂത. ഇതിനു മുമ്പുള്ള ശ്ലോകങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പം അതുകൊണ്ട് ഈ കലിയുഗത്തിലെ ജനങ്ങൾക്കാണെങ്കിലോ ബുദ്ധിയും കുറവാണ്, രോഗാദികളായിട്ടുള്ള ഉപദ്രവങ്ങളുമുണ്ട്. ഒരു കാര്യം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിശക്തിയുമില്ല. മാത്രമല്ല മറ്റ് ദോഷങ്ങളെല്ലാം ഉള്ളൊരു കാലമാണ് ഈ കലികാലം. അപ്പം അതുകൊണ്ട് ഈ കലികാലത്തിലുള്ള ജനങ്ങൾക്ക് അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന, എന്നാൽ ഈ സങ്കടങ്ങളിൽ നിന്നും, ഈ ലോകസങ്കടങ്ങളിൽ നിന്നും അവർക്ക് മോക്ഷം കൊടുക്കുന്നതായിട്ടുള്ള ആ തത്വം എന്താണെന്ന് അങ്ങേക്കറിയാം. അതുകൊണ്ട് അങ്ങ് അത് ഞങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് പറയുകയാണ്. 12ാമത്തെ ശ്ലോകം. സൂത ജാനാസി ഭദ്രം തേ ഭഗവാൻ സാത്വതാം പതി ദേവക്യാം വസുദേവസ്യ ജാതോ യസ്യ ചികീർഷയാം തന്ന ശുശ്രൂഷമാണാനാം ഹർഹസ്യാങ്കാനുവർണിതും യസ്യാവതാരോ ഭൂതാനാം ക്ഷേമായ ച ഭവായ ച. 12ഉം 13ഉം ശ്ലോകങ്ങൾ ഒരുമിച്ച് പറയുമ്പോഴാണ് അതിൻ്റെ അർത്ഥം പൂർണ്ണമാവുന്നത്. അതുകൊണ്ടാണ് ഈ 2 ശ്ലോകങ്ങളും ഒരുമിച്ച് എഴുതിയിട്ടുള്ളത്. സൂതജാനാസി ഭദ്രം തേ ഭഗവാൻ സാത്വതാം പതി ദേവക്യാം വസുദേവസ്യ ജാതോ യസ്യ ചികീർഷയാ തന്ന ശുശ്രൂഷമാണാനാം അർഹസ്യാങ്കാനുവർണിതും യസ്യാവതാരോ ഭൂതാനാം ക്ഷേമായ ച ഭവായ ച. ഇനി സൂത, ഞങ്ങൾ ഒന്നുകൂടി ചോദിക്കുകയാണ്, നിനക്കെല്ലാം അറിയുന്നവനാണല്ലോ. വീണ്ടും ആ സൂത മഹർഷിയെ പുകഴ്ത്തിക്കൊണ്ട് തന്നെ ആ മഹർഷിമാർ അവരുടെ ആ ഒരു അവരെ ആ ഒരു മര്യാദ കാണിക്കുകയാണ്. അല്ലാതെ ഇവിടെ മഹർഷിമാർക്ക് അവർ ദേഹാഭിമാനമില്ലാത്തവരാണ്. അവർക്ക് പുകഴ്ത്തലോ സ്തുതിപാഠങ്ങളോ ഒന്നും കേൾക്കാൻ ആഗ്രഹിക്കാത്തവരുമാണ്. പക്ഷേ എങ്കിലും ഈ വന്നവരുടെ മര്യാദ അനുസരിച്ച് അവർ വീണ്ടും പറയുകയാണ്, അങ്ങയ്ക്ക് മംഗളം ഭവിക്കട്ടെ. ആരാണോ ഭജിക്കുന്നത് ഭഗവാനെ, ആ ശ്രീഹരിയെ, നാരായണനെ, ആ ഭജിക്കുന്നവരെ പരിപാലിക്കുന്ന ഭഗവാൻ, അതാണ് ഭഗവാൻ സാത്വതാംപതി. ആ സാത്വതാംപതിയായിട്ടുള്ള ആ ഭഗവാൻ ഭജിക്കുന്നവരെ പരിപാലിക്കുന്ന ആ ശ്രീനാരായണൻ എന്തു കാര്യം ചെയ്യാനായിട്ടാണ് വസുദേവരുടെ പുത്രനായിട്ട് ദേവകിയിൽ വന്ന് അവതരിച്ചത്. ദേവക്യാം വസുദേവസ്യ ജാതോ യസ്യ ചികീർഷയാന്ന് പറഞ്ഞാൽ ആ എന്ത് കാര്യം നിർവഹണം ചെയ്യാനായിക്കൊണ്ടാണ് ദേവക്യാം വസുദേവസ്യ ജാതോ ആ ജാതനായത്. ആരില്? ആ വസുദേവരുടെ പത്നിയായിട്ടുള്ള ആ ദേവകി അമ്മയിൽ, ദേവകി ദേവിയിൽ യസ്യ ചികീർഷയ എന്ത് മഹത്തായിട്ടുള്ള കാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഭഗവാൻ ഭജിക്കുന്നവരെ പരിപാലിക്കുന്ന ആ ഭഗവാൻ ശ്രീഹരി എന്ത് കാര്യം ചെയ്യാനായിട്ടാണ് ഈ ഭൂമിയിൽ വന്ന് അവതരിച്ചത് അന്ന് അങ്ങ് ഞങ്ങളോട് പറഞ്ഞു തരണം. തന്ന ശുശ്രൂഷമാണാനാം അർഹസ്യാങ്കാനുവർണിതും. തന്ന തത്ത് നഹായാണ് തന്ന ശുശ്രൂഷമാണാനാം. ശ്രോതും ഇച്ഛയാണ് ശുശ്രൂഷ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് കേൾക്കാനായിട്ട്, അതായത് കേൾക്കാനുള്ള ഇച്ഛ, ആഗ്രഹം, അത് ഞങ്ങളോടും ആ അവതാരത്തെയും ലീലകളെയും ക്രമത്തിൽ അങ്ങ് പറഞ്ഞു തരണം എന്ന് പറയുകയാണ്.
യസ്യ അവതാരോ ഭൂതാനാം ക്ഷേമായ ച ഭവായ ച. ഭഗവാന്റെ ആ അവതാരം സകല പ്രാണികളുടെയും രക്ഷയ്ക്കും ആ സമൃദ്ധിക്കും വേണ്ടിയിട്ടാണല്ലോ. അതാണ് പറയുന്നത് യസ്യ അവതാരോ, ആ ഭഗവാന്റെ അവതാരം ഭൂതാനാം സർവഭൂതങ്ങളുടെയും ക്ഷേമായ ച ഭവായ ച, എല്ലാ പ്രാണികളുടെയും രക്ഷയ്ക്കും സമൃദ്ധിക്കും വേണ്ടിയിട്ടാണല്ലോ ആ ഭഗവാന്റെ അവതാരം. അങ്ങ് ആ ഭഗവാന്റെ അവതാരത്തെയും ഭഗവാന്റെ ലീലകളെയും അങ്ങ് ക്രമമായിട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? ഒന്നും വിട്ടുപോകരുത്. ഭഗവാന്റെ ലീലകളും ആ ഭക്തന്മാരെ ഭഗവാൻ പരിപാലിക്കുന്ന ആ കഥകളുമൊക്കെ അങ്ങേക്കറിയാം. അങ്ങ് അത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് ഇതെല്ലാം അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് പറയുകയാണ്. ആപന്ന സംസ്കൃതിം ഘോരാം എന്നാമ വിവശോ ഗൃണൻ തത സദ്യോ വിമുച്യേത യത് ബിഭേദി സ്വയം ഭയം. ഒരു പ്രാവശ്യം കൂടി വായിക്കാം. ആപന്ന സംസ്കൃതിം ഘോരാം എന്നാമ വിവശോ ഗൃണൻ തത സദ്യോ വിമുച്യേത യത് ബിഭേദി സ്വയം ഭയം. ഘോരാം സംസ്കൃതിം, ഈ ഭയങ്കരമായിട്ടുള്ള ഈ സംസാരത്തെ ആപന്ന വിവശ, ആപന്ന ആ പ്രാപിച്ചവൻ, പരവശനായിട്ടും യത് നാമ എന്നാമ യാതൊരുവൻ്റെ നാമത്തെ ഗൃണൻ ഉച്ചരിക്കുന്നവരായിട്ട് സദ്യ തൽക്ഷണം തതഃ അതിൽ നിന്നും വിമുച്യേത മോചിക്കപ്പെടും. ഭയം യത് അതായത് ആ ഭീതി ഭയം യാതൊന്നോ സ്വയം വിഭേദി ആ താനെ തന്നെ ആ ഭയം ഭയപ്പെടുന്നു. ആരെ കണ്ടിട്ട്? ആ ഭഗവാന്റെ പ്രഭാവം അത്ഭുതം തന്നെയാണ്, അതിശയം തന്നെയാണെന്ന് പറയാണ്. ആ മഹാഭയങ്കര സ്ഥാനമായിട്ടുള്ള ഈ സംസാരത്തെ പ്രാപിച്ചവൻ, ഈ സംസാരമാകുന്ന ഭയങ്കരമായിട്ടുള്ള ഈ ഒരു സ്ഥാനത്തിൽ ഇതിൽ പ്രാപിച്ചവൻ, ഈ സംസാരത്തെ പ്രാപിച്ചവൻ സങ്കടം നിമിത്തം അവശനായിട്ടാണെങ്കിലും യാതൊരു നാമത്തെ, ഏതൊരുത്തൻ്റെ നാമത്തെ ഉച്ചരിച്ച ആ ക്ഷണത്തിൽ സംസാര ദുഃഖത്തിൽ നിന്നും തീരെ മുക്തനാകുന്നു. ഏതൊരുവൻ്റെ നാമത്തിൽ നിന്നും സാക്ഷാൽ ഭയസ്വരൂപനായ യമൻ കൂടെ ഭയപ്പെടുന്നു. ആ ഭഗവാന്റെ മഹിമ ആശ്ചര്യമല്ലേ എന്നാണ് ഇവിടെ മഹർഷിമാർ ചോദിക്കുന്നത്. അതായത് ഏതൊരുവൻ്റെ നാമത്തിൽ കേൾക്കുമ്പോൾ ഭയസ്വരൂപനായിട്ടുള്ള യമൻ കൂടെ. അപ്പോൾ എല്ലാവരും ഭയപ്പെടുന്നത് മരണത്തെയാണ്. അപ്പോൾ ആ മരണത്തിൻ്റെ ദേവനായിട്ടുള്ള യമൻ കൂടെ, ആ കാലനും കൂടെ കാലനായിട്ടുള്ള ആ ഭഗവാൻ, കാലകാലനായിട്ടുള്ള ആ ഭഗവാൻ, ആ സാക്ഷാൽ മഹാവിഷ്ണു, ആ ഭഗവാന്റെ മഹിമ ആശ്ചര്യമല്ല. അത് ഭയം കൂടെ ഭയപ്പെട്ടു പോകുന്നു. ആരെ കണ്ട്? ഭഗവാനെ കണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള നമ്മളെ രക്ഷിക്കാൻ കഴിയുന്ന, നമ്മളെ ഈ സംസാര ചക്രത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കാൻ കഴിയുന്ന ആ ഭഗവാനെയല്ലേ നാം നിരന്തരം ഭജിക്കേണ്ടത്? ആ ഭഗവാന്റെ തിരുനാമങ്ങളല്ലേ നമ്മളെല്ലാ ദിവസവും പാടേണ്ടത്? ആ ഭഗവാന്റെ കഥകളല്ലേ നമ്മളെല്ലാ ദിവസവും കേൾക്കേണ്ടത്? ദീർഘസത്രമാണിവിടെ മഹർഷിമാർ അനുഷ്ഠിക്കുന്നത്. 1000 വർഷം നീണ്ടു നിൽക്കുന്ന സത്രം. അതായത് ആ കലികാലത്തിൽ നിന്നും ഒരു മോചനം കിട്ടണമെങ്കിൽ എപ്പോഴും ഈ സത്സംഗം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് മഹർഷിമാർ അടിവരയിട്ട് ഉറപ്പിക്കുകയാണ്. അടുത്ത ശ്ലോകം 15ാമത്തെ ശ്ലോകമാണ്. യത്പാദ സംശ്രയാ സൂത മുനയ പ്രശമായന സദ്യ പുനന്ദിവസൃഷ്ട സ്വർധന്യാപോനുസേവയാം. യത്പാദ സംശ്രയാ സൂത മുനയ പ്രശമായന സദ്യ പുനന്ദിവസൃഷ്ട സ്വധന്യാപോനുസേവയാ. സ്വധന്യാപോനുസേവയാ. അല്ലയോ സൂത,
ഈ സജ്ജനങ്ങളുള്ള ചേർച്ച ഗംഗാ സ്നാനത്തെക്കാളും ശ്രേഷ്ഠമാണെന്ന് കാണിക്കുകയാണ്. അതാണ് സത്സംഗത്തിൻ്റെ ഒരു മഹിമ എന്ന് പറയുന്നത്. ആ യത് പാദസംശ്രയാഹ, ആ ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിച്ച ശാന്തന്മാരായിട്ടുള്ള മുനിമാരോട് ചേരുന്നവരുടെ അന്ധക്കരണം അതാണ് മുനയ പ്രശമായന സദ്യ പുനന്ത്യുപസൃഷ്ട സുധുന്യാപോനുസേവയാം. അങ്ങനെ ആ മുനിമാരോട് ചേരുന്നവരുടെ അന്ധക്കരണം ക്ഷണത്തിൽ ശുദ്ധമായിട്ട് ഭവിക്കുന്നു. എങ്ങനെ ഭവിക്കുന്നു? ഭഗവാന്റെ പാദത്തിൽ നിന്നൊഴുകുന്ന ആ ഗംഗാജലമാകട്ടെ, നമുക്കറിയാം ആ ഭഗവാന്റെ പാദത്തിൽ നിന്നും സ്വർഗലോകത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഒഴുകി വരുന്നതാണ് ആ ഗംഗാജലം. ആ ഗംഗാജലമാകട്ടെ അധിക കാലസേവ കൊണ്ടാണ് പരിശുദ്ധി നൽകുന്ന ഒരു ഭക്തന്. പക്ഷേ ആ മുനിമാരുടെ ആ സത്തുക്കളുടെ സംഘം കൊണ്ട് തന്നെ, അവരുടെ ഒരു ചർച്ച നിമിത്തം, അവരെ കണ്ട മാത്രയിൽ തന്നെ ഏതൊരുവനും എന്തായി തീരുന്നു? അവര് സ്നാനം ചെയ്ത് അവര് ശുദ്ധന്മാരായിട്ട് മാറുന്നു എന്ന് പറയുകയാണ്. സദ്യ വളരെ പെട്ടെന്ന് തന്നെ പുനന്തി അവർ ശുദ്ധമാകുന്നു. ഉപസ്പൃഷ്ട സ്വധന്യാപോനുസേവയാ. അപ്പം ആ സത്സംഗം കൊണ്ട് എത്ര പാപം ചെയ്തവരാണെങ്കിലും ശുദ്ധന്മാരായി മാറുന്നു എന്ന് പറയുകയാണ്. എങ്ങനെയാണ്? ആ ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിച്ച ശാന്തന്മാരായിട്ടുള്ള മുനിമാരോട് ചേരുന്നവരുടെ, അല്ലാതെ വെറുതെ അല്ല, ആ ഭഗവാനോട് ചേർന്നിട്ടുള്ള സത്തുക്കളുടെ. അപ്പം എന്തുകൊണ്ടാണ് അവരുടെ അന്ധക്കരണം ശുദ്ധമായി മാറുന്നത്? അവരുടെ ആ ഈശ്വരീയമായിട്ടുള്ള ഒരു അനുഭവം, ഈശ്വരൻ്റെ ഒരു ചൈതന്യം ഈ മുനിമാരിലേക്കും ആ മുനിമാരിൽ നിന്നും സാധാരണ ജനങ്ങളിലേക്കും എത്തിച്ചേരുന്നു എന്നാണ് പറയുന്നത്. ശ്ലോകം 16. കോവ ഭഗവതസ്തസ്യ പുണ്യശ്ലോകേഢ്യ കർമ്മണ ശുദ്ധികാമോ ന ശൃണുയാദ്യശ കലിമലാപഹം. കോവ ഭഗവതസ്തസ്യ പുണ്യശ്ലോകേഢ്യ കർമ്മണ ശുദ്ധികാമോ ന ശൃണുയാദ്യശ കലിമലാപഹം. ആ പുണ്യശ്ലോകേഢ്യകർമ്മണ, പുണ്യശ്ലോകന്മാരായിട്ടുള്ള ആ മഹാത്മാക്കൾക്ക് കീർത്തനം ചെയ്യാൻ യോഗ്യമായിട്ടുള്ള അനേകം കർമ്മങ്ങളെ, ധാരാളം കർമ്മങ്ങളെ ചെയ്തിരിക്കുന്ന ആ ഭഗവാന്റെ കലിദോഷ ശാന്തികരമായിട്ടുള്ള യശസ്സിനെ, മനഃശുദ്ധിയെ ആഗ്രഹിക്കുന്ന ഏതൊരുവനും കേൾക്കാനായിട്ട് ആഗ്രഹിക്കാതിരിക്കുകയില്ല എന്നാണ് പറയുന്നത്. ശുദ്ധികാമോ ന ശൃണുയാദ്യശ കലിമലാപഹം. ഈ കലികാലത്തിൽ ഈ കലിദോഷങ്ങൾക്ക് ശാന്തി വരാനായിട്ട് മനഃശുദ്ധിയെ ആഗ്രഹിക്കുന്ന ഏതൊരുവനും ആ ഭഗവാന്റെ കഥ, ഭഗവാനെക്കുറിച്ച് കീർത്തനം ചെയ്യാനായിട്ട് ആഗ്രഹിക്കാതിരിക്കുകയില്ല എന്നാണ് പറയുന്നത്. കോവ ഭഗവതസ്തസ്യ പുണ്യശ്ലോകേഢ്യ കർമ്മണ ശുദ്ധികാമോ ന ശൃണുയാദ്യശ കലിമലാപഹം. അപ്പം അതുകൊണ്ട് ആ മനഃശുദ്ധിയെ ആഗ്രഹിക്കുന്നവരെല്ലാവരും ആ ഭഗവാന്റെ മാഹാത്മ്യങ്ങൾ, ഭഗവാന്റെ കീർത്തനങ്ങൾ, ഇതെല്ലാം ഈ കലിദോഷമില്ലാതെയാകാനായിട്ട് അതിനെക്കുറിച്ച് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് ഭാഗവതത്തിലെ പ്രഥമസ്കന്ധത്തിലെ 16-ാമത്തെ ശ്ലോകം പറഞ്ഞു വയ്ക്കുന്നത്. ശ്ലോകം 17. തസ്യ കർമാണ്യുദാരാണി പരിഗീതാനി സൂരിഭി ബ്രൂഹിന ശ്രദ്ധധാനാനാം ലീലയാ ദധധ കലാം. തസ്യ കർമാണ്യുദാരാണി പരിഗീതാനി സൂരിഭി ബ്രൂഹിന ശ്രദ്ധധാനാനാം ലീലയാ ദധധ കലാം. ലീലയാ, ആ ലീല കൊണ്ട്
സ്വേച്ഛയാ തന്നെ ബ്രഹ്മാവ്, മഹാദേവൻ എന്നിങ്ങനെയുള്ള ആ മൂർത്തികളെ ധരിച്ചിരിക്കുന്ന ഭഗവാന്റെ ആ ജീവാനുഗ്രഹ സമർത്ഥങ്ങളായിട്ടുള്ള ആ സൃഷ്ടിയാദി വ്യാപാരങ്ങളെ, അവയെ കേൾക്കാനായിട്ട് അതിശ്രദ്ധയോടെ ഇരിക്കുന്ന ഞങ്ങളോട് അങ്ങ് പറയണം. അതായത് തസ്യ കർമാണ്യുദാരാണി പരിഗീതാനി സൂരിഭി, ആ വിദ്വാൻമാരാൽ പരിഗീതാനി, അതായത് ആദരപൂർവം കീർത്തിക്കപ്പെട്ടതായിട്ടുള്ള ആ ഭഗവാൻ ചെയ്ത കർമ്മങ്ങളെ ശ്രദ്ധധാനാനാം, ശ്രദ്ധയുള്ളവരായ ഞങ്ങളോട് നഹ ബ്രൂഹി, ഞങ്ങളോട് ബ്രൂഹി എന്ന് പറഞ്ഞാൽ പറഞ്ഞാലും. അപ്പോൾ ആ 17ാമത്തെ ശ്ലോകം ഇതാണ് പറയുന്നത്. ആ ഭഗവാന്റെ, അതായത് ഭഗവാൻ തന്നെയാണ് ഇവിടെ ബ്രഹ്മാവായിട്ടും മഹാദേവനായിട്ടും എന്നുള്ള മൂർത്തികളൊക്കെ ധരിച്ചിരിക്കുന്നത്. ആ ഭഗവാൻ ഒരു ജീവൻ്റെ അനുഗ്രഹ സമർത്ഥങ്ങളായിട്ടുള്ള സൃഷ്ടിയാദി വ്യാപാരങ്ങളെ, അവയെ കേൾക്കാനായിട്ട് ഞങ്ങൾ ശ്രദ്ധയോടുകൂടി ഇരിക്കുകയാണ് സൂത. അതുകൊണ്ട് അതൊക്കെ അങ്ങ് ഞങ്ങളോട് പറയണം എന്ന് പറയാണ്. അധാഖ്യാഖി ഹരേർധീമൻ അവതാരകഥാ ശുഭാ ലീലാ വിദധത സ്വൈരമീശ്വരസ്യ ആത്മമായയാ. അധാഖ്യാഖി ഹരേർധീമൻ അവതാരകഥാ ശുഭാ ലീലാ വിദധത സ്വൈരമീശ്വരസ്യ ആത്മമായയാ. അഥാ അനന്തരം സ്വൈര്യം ആത്മമായയാ, തൻ്റെ ഇച്ഛ കൊണ്ട് തൻ്റെ മായയാൽ ലീലാഹ ക്രീഡകളെ വിദധത, ആ ലീലകളെ ചെയ്യുന്ന ഈശ്വരസ്യ ഹരേഹേ, ആ ഈശ്വരനായിട്ടുള്ള ഹരിയുടെ ശുഭാഹ അവതാരകഥ, അതായത് ആ ശുഭങ്ങളായിട്ടുള്ള മംഗളങ്ങൾ നൽകുന്നതായിട്ടുള്ള ആ അവതാരകഥകളെ ധീമൻ, അല്ലയോ ബുദ്ധിമാനായിട്ടുള്ള സൂത, ആഖ്യാഹി അങ്ങ് പറഞ്ഞാലും. അതായത് ആ തൻ്റെ മായയാൽ സ്വേച്ഛ കൊണ്ട് തന്നെ ക്രീഡകളായിട്ട് ലീലകളെ ചെയ്യുന്ന ആ ഈശ്വരനായിട്ടുള്ള ഹരിയുടെ ശുഭകരങ്ങളായിട്ടുള്ള അവതാരകഥകളെ ധീമൻ, അല്ലയോ ബുദ്ധിമാനായിട്ടുള്ള സൂത, ആഖ്യാഹി അങ്ങ് പറഞ്ഞാലും. അതായത് ആ ഭഗവാന്റെ മത്സ്യം തൊട്ടുള്ള മത്സ്യാദ്യങ്ങളായിട്ടുള്ള അവതാരകഥകളെയൊക്കെ അങ്ങ് പറഞ്ഞാലും. സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം എന്നീ 5 വിധം ലീലകളെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഭഗവാൻ. അങ്ങനെയുള്ള തൻ്റെ ഇച്ഛ കൊണ്ട് തന്നെ ഈ ലീലകളെല്ലാം ചെയ്യുന്ന ഭഗവാനെ, ആ ഭഗവാന്റെ അവതാരകഥകളെ അഥാഖ്യാഖി അങ്ങ് ഞങ്ങളോട് പറഞ്ഞാലും. ഹരേർധീമൻ അവതാരകഥാ ശുഭാ ലീലാ വിദധത സ്വൈര്യമീശ്വരസ്യാത്മമായയാം. അടുത്ത ശ്ലോകം 19. വയം തുന വിതൃപ്യാമ ഉത്തമ ശ്ലോക വിക്രമേ യച്ഛൃണ്വതാം രസജ്ഞാനാം സ്വാദു സ്വാദു പദേ പദേ. വയം തുന വിതൃപ്യാമ ഉത്തമ ശ്ലോക വിക്രമേ യച്ഛൃണ്വതാം രസജ്ഞാനാം സ്വാദു സ്വാദു പദേ പദേ. ഭഗവാന്റെ ആ പരാക്രമങ്ങൾ, ഭഗവാന്റെ വൈഭവങ്ങളെ പ്രകാശിപ്പിക്കുന്ന കഥകളെ കേൾക്കുന്നവരും അതിൻ്റെ ആ ഒരു രസം അറിയുന്നവരുമായവർക്ക് പദം തോറും ഉപരിയായിട്ട് ആനന്ദം അനുഭവിക്കുന്നവരും, അതായത് ഓരോ പദം തോറും, അതാണ് സ്വാദു സ്വാദു പദേ പദേ, ഓരോ പദവും അത് കേൾക്കുന്തോറും ആനന്ദമായിട്ടിരിക്കും. അപ്രകാരമുള്ള ആ വീര്യാതിശയത്തെ എത്ര കേട്ടിട്ടും മതിയാവുന്നില്ല, മതിയെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. യച്ഛൃണ്വതാം രസജ്ഞാനാം സ്വാദുസ്വാദു പദേ പദേ. അത് കേട്ടിട്ടും ആ ഭഗവാന്റെ മഹിമകളെ, ഭഗവാന്റെ വൈഭവങ്ങളെ പ്രകാശിപ്പിക്കുന്ന കഥകളെ കേട്ടിട്ടും ആ ഓരോ
പദങ്ങൾ തോറും സ്വാദു പദേ പദേ ആനന്ദമനുഭവിക്കുന്നു ഞങ്ങൾക്ക്. അപ്രകാരമുള്ള ആ വീര്യാതിശയത്തെ എത്ര കേട്ടിട്ടും ഞങ്ങൾക്ക് മതി വരുന്നില്ല. മാത്രമല്ല ഇനിയൊട്ട് ജീവിതത്തിൽ മതിയാവുമെന്ന് തോന്നുന്നുമില്ല എന്ന് പറയാണ്. വയം തുന വിതൃപ്യാമ ഉത്തമ ശ്ലോക വിക്രമേ യശൃണ്വതാം രസജ്ഞാനാം സ്വാദു പദേ പദേ. ശ്ലോകം 20. കൃതവാൻ കില വീര്യാണി സഹ രാമേണ കേശവഃ അതിമർത്യാനി ഭഗവാൻ ഗൂഢ കപടമാനുഷ. കൃതവാൻ കില വീര്യാണി സഹ രാമേണ കേശവ അതിമർത്യാനി ഭഗവാൻ ഗൂഢ കപടമാനുഷ. ആ മനുഷ്യൻ എന്ന നാട്യത്തിൽ സഞ്ചരിക്കുകയാണ് ഭഗവാൻ ഇവിടെ, അല്ലേ? അത് മറ്റാർക്കും അറിയാൻ കഴിയാത്ത വിധം ഗൂഢ, ആർക്കും അറിയാൻ കഴിയാത്തവനും ഭഗവാൻ, അതായത് ഭഗവാൻ എന്ന് വിളിക്കാൻ കാരണം എന്താണ്? ആ 6 മഹിമയുള്ളവനായിട്ടുള്ള യോഗ്യതയായിട്ടുള്ള കേശവ രാമേണ സഹ, അതായത് ആ ശ്രീകൃഷ്ണ ഭഗവാൻ, ആ കേശവൻ രാമേണ സഹ, ആ ബലരാമനോട് കൂടെ ചേർന്ന് അതിമർത്യാനി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്മാർക്ക് സാധിക്കാത്തതായിട്ടുള്ള വീര്യാണി പരാക്രമങ്ങളെ കൃതവാൻ കില ചെയ്തുവല്ലോ. കില എന്ന് പറഞ്ഞാൽ ചെയ്തുവല്ലോ, അവിടെ ഉറപ്പിക്കുകയാണ്. അതായത് ആ ശ്രീകൃഷ്ണ ഭഗവാൻ, മഹാമഹിമയുള്ള ഭഗവാൻ ബലരാമസഹിതനായിട്ട് മനുഷ്യർക്ക് ഭഗവാൻ ചെയ്ത ലീലകളൊക്കെ നമുക്കറിയാം, അല്ലേ? ഭഗവാൻ ചെയ്ത ഒരു ലീല പോലും ഒരു മനുഷ്യക്കുട്ടിക്കും ചെയ്യാൻ സാധിക്കാതെയുള്ള ലീലകളാണ് ഭഗവാൻ ബാല്യകാലത്ത് പോലും ചെയ്തത്. ആ ബാല്യകാല ലീലകളൊക്കെ നമുക്ക് കേട്ട് ആനന്ദിക്കാനായിട്ട് ഭഗവാൻ ഇതെല്ലാം ചെയ്തു. അതോടൊപ്പം തന്നെ ഈ ഭൂമിയിലെ ദുഷ്ടന്മാരായിട്ടുള്ള രാക്ഷസന്മാരെ മുഴുവൻ ഭഗവാൻ അമർച്ച ചെയ്യുകയാണ് ഈ അവതാര ഉദ്ദേശത്തിലൂടെ, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള മഹാമഹിമയുള്ളവനായിട്ടുള്ള ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ ബലരാമസഹിതനായിട്ട് മനുഷ്യർക്ക് സാധ്യമല്ലാത്ത പരാക്രമ പ്രവൃത്തികളെ നടത്തിയിരിക്കുന്നുവല്ലോ എന്ന് ആണ് പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം പറയണത് എന്തിനാണ്? തങ്ങൾക്ക് വീണ്ടും വീണ്ടും ആ ഭഗവത് കഥകൾ കേൾക്കാനായിട്ട് ആഗ്രഹമുണ്ട്. അത് സൂതനോട് പറയുകയാണ്. ശ്ലോകം 21. കലിം ആഗതമാജ്ഞായ ക്ഷേത്രേസ്മിൻ വൈഷ്ണവേ വയം ആസീന ദീർഘസത്രേണ കഥായാം സക്ഷണ ഹരേ. കലിം ആഗതമാജ്ഞായ ക്ഷേത്രേസ്മിൻ വൈഷ്ണവേ വയം ആസീന ദീർഘസത്രേണ കഥായാം സക്ഷണ ഹരേ. പറയാണ്, വൈഷ്ണവേ, ആ വിഷ്ണു ക്ഷേത്രത്തില്, അസ്മിൻ ക്ഷേത്രേ, ഈ ഭഗവാന്റെ പ്രതിഷ്ഠയുള്ള ആ വിഷ്ണു ക്ഷേത്രത്തിൽ ദീർഘസത്രേണ, അതായത് ആ കലിയുഗം ആരംഭിച്ചത് മുതൽ ദീർഘസത്രത്തോടുകൂടി ആസീനഹാവയം, അതായത് അവിടെ ഇരിക്കുന്ന ഞങ്ങൾക്ക് കലിം ആഗതം, ഈ കലിം ആഗതം ഇവിടെ പ്രാപിച്ചു കഴിഞ്ഞു. ആജ്ഞായ, അറിഞ്ഞിട്ട്, ഹരേഹേ കഥായ, ആ ഹരിയുടെ കഥയിൽ സക്ഷണ, അത് ആ ഒരു അവസരത്തെ, ഭഗവാന്റെ കഥയുടെ ഒരു അവസരം വരുന്നത് നമ്മൾ അത് കാത്തിരിക്കുകയാണ് എന്ന് സൂത എന്ന് പറയുകയാണ്. ആ മഹർഷിമാർ പറയുകയാണ്, ആ കലിയുഗം ആരംഭിച്ചതിനെ അറിഞ്ഞ ഞങ്ങൾ ആ മഹാവിഷ്ണുവിൻ്റെ പാദത്തോട് ചേരണമെന്നുള്ള സങ്കല്പത്താൽ ആ ഭഗവാന്റെ തൃപ്പാദങ്ങളെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഈ വിഷ്ണു ക്ഷേത്രത്തിൽ ദീർഘകാലമായിട്ടുള്ള സത്രത്തെ ദീക്ഷിച്ച് ആ ശ്രീഹരിയുടെ കഥ കേൾക്കാനുള്ള അവസരത്തെ ഭഗവാനെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അല്ലയോ സൂത, അതുകൊണ്ട് അങ്ങ് ഞങ്ങളെ നിരാശരാക്കരുത്. ആ ഭഗവാന്റെ കഥ, ഭഗവാന്റെ അവതാര കഥ കേൾക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഭഗവാനെ, കലിയുഗം ആരംഭിച്ചു,
ഘോരമായിട്ടുള്ള കലിയുഗമാണ്. ഈ ഘോരമായിട്ടുള്ള കലിയുഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ നേടണമെങ്കിൽ ഭഗവാനെ ഈ ദീർഘസത്രത്തില് ആ വിഷ്ണു കഥകള്, കൃഷ്ണകഥകള്, ഭഗവാന്റെ മഹാത്മ്യങ്ങള്, ഭഗവാന്റെ ലീലകള്, ഭഗവാന്റെ അവതാര ഉദ്ദേശങ്ങള് ഇതെല്ലാം അറിഞ്ഞാൽ മാത്രമേ ഈ ജന്മം ഭഗവാനിലേക്ക് എത്തിച്ചേർക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ സൂത. അതുകൊണ്ട് അവിടുന്ന് കഥ പറയാൻ ഇനി ഒട്ടും വൈമനസ്യം കാണിക്കരുതേ എന്നാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം. ശ്ലോകം 22. ത്വം ന സന്ദർശിതോ ധാത്ര ദുസ്തരം നിസ്തിതീർഷ്യതാം കലിം സത്വഹരം പുംസാം കർണധാര ഇവാർണവം. ത്വം ന സന്ദർശിതോ ധാത്ര ദുസ്തരം നിസ്തിതീർക്ഷതാം കലിം സത്വഹരം പുംസാം കർണധാര ഇവാർണവം. മനുഷ്യരുടെ ആ സത്വഗുണത്തെയും അത് നിമിത്തമുണ്ടാകുന്ന മനഃശുദ്ധിയെയും, അതായത് ആ സത്വഗുണം അതുകൊണ്ടാണ് മനഃശുദ്ധി ഉണ്ടാകുന്നത്. മറ്റൊരു ഗുണം കൊണ്ടും മനസ്സിന് ശുദ്ധി നൽകുന്നില്ല. മാത്രമല്ല സാമാന്യന്മാർക്കായിട്ടുള്ള ആൾക്കാർക്ക് ആ ഭഗവാന്റെ സഹായം കൂടാതെ കടക്കാൻ കഴിയാത്തതായിട്ടുള്ള കലിയെ, അതായത് ഈ കലിയാൽ വ്യാപിക്കപ്പെട്ടതായിട്ടുള്ള ഈ ഒരു സംസാര സമുദ്രത്തെ എന്ന പോലെ കടക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇരിക്കുന്ന ആ ഞങ്ങൾക്ക് ഒരു കപ്പൽക്കാരൻ എന്നതുപോലെ നിന്നെ ദൈവം ഞങ്ങൾക്ക് കാട്ടിത്തന്നതാണ്. അപ്പോൾ ഈ എന്താ പറയുക, ഈ സംസാരമാകുന്ന ഇനിയിപ്പോൾ കലി ഇവിടെ മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സംസാരമാകുന്ന കടലിനെ, ഈ ഒരു സാഗരത്തെ ഞങ്ങൾക്ക് കടക്കാനായിട്ട്, ഈ സാഗരത്തെ കടക്കാനായിട്ട് ഭഗവാൻ കാണിച്ചു തന്ന ഒരു കപ്പിത്താനാണ് സൂത. അവിടുന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക, ഒരു സമുദ്രത്തിൽ നമ്മൾ ചെന്ന് അകപ്പെട്ടിരിക്കുകയാണ്. ആ ചുറ്റിനും കര കാണുന്നില്ല. നമ്മൾ കൈകാലിട്ടടിച്ച് എത്ര നേരം എന്ന് പറഞ്ഞ് കൈകാലിട്ടടിക്കും. അങ്ങനെ ആ കൈകാലുകൾ തളർന്ന് കുഴഞ്ഞ് അവശരായിരിക്കുമ്പോൾ ഒരു കപ്പലോ ഒരു തോണിയോ നമുക്ക് കിട്ടുകയാണെങ്കിൽ എത്ര സന്തോഷമായിരിക്കും നമുക്ക്. നമ്മളീ ആ വെള്ളത്തിൽ മുങ്ങിത്താഴാതെ നമ്മുടെ ജീവൻ രക്ഷപ്പെടുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെ മഹർഷിമാർ സൂതനോട് പറയുകയാണ്, ഈ കലിയാകുന്ന മഹാവിപത്ത് ഈ ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ്, കലിയുഗം. അപ്പം അതുകൊണ്ട് ഈ സംസാരമാകുന്ന സമുദ്രത്തിൽ നിന്നും ഞങ്ങൾക്ക് രക്ഷിക്കാനായിട്ട് വന്ന ഒരു കപ്പൽക്കാരനെ പോലെയാണ് സൂത അവിടുന്ന്. അതുകൊണ്ട് അങ്ങ് ഞങ്ങളോട് ഭഗവാന്റെ കഥകൾ പറഞ്ഞു തരണം എന്ന് പറയുകയാണ്. അടുത്ത 23-ാമത്തെ ശ്ലോകത്തോടുകൂടി ഈ സ്കന്ധം, ഈ പ്രഥമ അധ്യായം ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ സമർപ്പിക്കും. ബ്രൂഹി യോഗേശ്വരേ കൃഷ്ണേ ബ്രഹ്മണ്യേ ധർമ്മവർമ്മണി സ്വാം കാഷ്ടാ അധുനോപേതേ ധർമ്മ കം ശരണം ഗതാ. ബ്രൂഹി യോഗേശ്വരേ കൃഷ്ണേ ബ്രഹ്മണ്യേ ധർമ്മവർമ്മണി സ്വാം കാഷ്ടാം അധുനോപേതേ ധർമ്മ കം ശരണം ഗതാം. ഒന്നുകൂടെ ഞങ്ങൾ ചോദിക്കുകയാണ്, അല്ലയോ ബ്രഹ്മണ്യേ, ആ ബ്രാഹ്മണ ഹിതകാരിയും മാത്രമല്ല ധർമ്മത്തെ സംരക്ഷിച്ചും ധർമ്മവർമാണി, ധർമ്മത്തിൻ്റെ രക്ഷിതാവും യോഗേശ്വരേ കൃഷ്ണേ, ആ യോഗങ്ങളുടെ ഫലദാതാവുമായിട്ടുള്ള കൃഷ്ണേ, ആ ശ്രീകൃഷ്ണൻ അധുനാ ഇപ്പോൾ സ്വാം കാഷ്ടാം
തൻ്റെ സ്ഥാനത്തെ ഉപേതേ പ്രാപിച്ചിരിക്കുമ്പോൾ ധർമ്മം കം ശരണം ഗത, കം എന്ന് പറഞ്ഞാൽ ആരെ, ശരണം ഗത ശരണം പ്രാപിച്ചു, ബ്രൂഹി അങ്ങ് പറഞ്ഞാലും. ഭഗവാനെ, ഞങ്ങള് സൂത ഒരു കാര്യം കൊണ്ട് ചോദിക്കുകയാണ്. ഈ ബ്രാഹ്മണർക്ക് ഹിതത്തെ ചെയ്തതും ധർമ്മത്തെ രക്ഷിച്ചും ആ യോഗങ്ങൾക്ക് അനുസരിച്ചുള്ള ഫലത്തെ ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ആ ഈശ്വരൻ, ആ ശ്രീകൃഷ്ണ ഭഗവാൻ ഇപ്പോൾ സുസ്ഥാനമായിട്ടുള്ള വൈകുണ്ഠത്തെ പ്രാപിച്ചിരിക്കുമ്പോൾ ഭഗവാനെ സൂത ഞങ്ങൾ ചോദിക്കുകയാണ്, ധർമ്മം ഇനി ആരെയാണ് ശരണം പ്രാപിക്കുന്നത് എന്നുള്ള ഒരു കാര്യത്തെ കൂടി അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. കാരണം ഭഗവാൻ സ്വസ്ഥാനത്തേക്ക് പോയി. ഭഗവാൻ ഇവിടുന്ന് അന്തർധാനം ചെയ്ത ദിവസം മുതൽ ഇവിടെ കലിയുഗം ആരംഭിച്ചു. പക്ഷേ ഇവിടെ ഇനിയും ഭക്തന്മാരുണ്ട്. അവർക്ക് ഹിതം കൊടുക്കാനായിട്ട്, അവരെ രക്ഷിക്കാനായിട്ട്, ധർമ്മം ഇവിടെ നിലനിൽക്കാനായിട്ട് ഈ ധർമ്മം ഇനി ആരെയാണ് ശരണം പ്രാപിച്ചത് എന്നുള്ള കാര്യവും കൂടി അങ്ങ് ഞങ്ങളോട് പറഞ്ഞു തരണം എന്ന് പറയുകയാണ്. 23ാമത്തെ ശ്ലോകം ഒരു പ്രാവശ്യം കൂടെ വായിച്ച് ഭഗവാന്റെ പാതാരബിന്ദങ്ങൾ സമർപ്പിക്കാം. ബ്രൂഹി യോഗേശ്വരേ കൃഷ്ണേ ബ്രഹ്മണ്യേ ധർമ്മവർമ്മണി സ്വാം കാഷ്ഠാം അധുനോപേതേ ധർമ്മ കം ശരണം കഥാം. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പ്രഥമസ്കന്ധേ നൈമിഷീയോപാഖ്യാനേ അഥ പ്രഥമോധ്യായം. എല്ലാ വാക്കുകളും ഭഗവാന്റെ പാതാരബിന്ദങ്ങൾ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ.